ഇത് പുരാതന നാട്ടുരാജ്യമായ വേണാടിന്റെ തലസ്ഥാന നഗരി, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊല്ലം നഗരം. AD 825 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഉദയമാർത്താണ്ഡവർമ്മ ആരംഭിച്ച കൊല്ലവർഷത്തേക്കാൾ പഴക്കം കൊല്ലം നഗരത്തിനുണ്ട്. കൊല്ലം നഗരത്തിന് ആ പേര് കൂടാതെ കൊയിലോൺ, ദേശിങ്ങനാട് എന്നീ പേരുകളും ഉണ്ടായിരുന്നു. ഇത് അഷ്ടമുടിക്കായൽ. വലിപ്പം കൊണ്ട് കേരളത്തിലെ 2ാം സ്ഥാനക്കാരനായ കായലാണിത്. എട്ടു ശാഖകൾ ചേർന്ന ജലസമൃദ്ധമാണ് അഷ്ടമുടിക്കായൽ. അതുകൊണ്ടത്രേ അഷ്ടമുടിക്കായലിന് ആ പേര് സിദ്ധിച്ചത്. ഇതുവഴി വടക്കോട്ട് നീളുന്ന ദേശീയപാത 66 നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ലക്ഷ്യം കൊല്ലം നഗരത്തിൽ നിന്നും 36 കിലോമീറ്റർ വടക്ക് കരുനാഗപ്പള്ളി താലൂക്കിലെ ഓച്ചിറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മ സന്നിധി. ഇത് ഓച്ചിറയുടെ ദേവഭൂമി. ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ പാദസ്പർശത്താൽ പവിത്രമാക്കപ്പെട്ട മണ്ണ്. ക്ഷേത്രമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ഈ ഈശ്വര സന്നിധിയിൽ കുടികൊള്ളുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയാണ്. കല്ലു കെട്ടിത്തിരിച്ച 2 ആൽത്തറകളും ഉണ്ടിക്കാവും ഏതാനും ചെറുകാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. പറയിപ്പറ്റ പന്തിരുകുല മഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ഓച്ചിറയുടെ ഐതിഹ്യം. വരരുചിയുടെ പുത്രനായ അകവൂർ ചാത്തന് പരബ്രഹ്മം മാടപ്പോത്തിന്റെ രൂപത്തിൽ ദർശനം നൽകുകയുണ്ടായത്രേ. എന്നാൽ അദ്ദേഹത്തിന്റെ ഗുരുവായ അകവൂർമന നമ്പൂതിരിക്ക് ഈ ദിവ്യ ദർശനം ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ ചാത്തനെ സ്പർശിച്ച് ബ്രഹ്മത്തെ നോക്കിയ നമ്പൂതിരിക്ക് പരബ്രഹ്മത്തെ കാണുവാൻ കഴിഞ്ഞു. പക്ഷേ തൽക്ഷണം ഓത്തിന്റെ രൂപം ധരിച്ച പരബ്രഹ്മം അടുത്തുള്ള ഒരു ചിറയിൽ ചാടി മറഞ്ഞെന്നുമാണ് ഐതിഹ്യം. ഇങ്ങനെ പരബ്രഹ്മം പോത്തിൻ രൂപം കൊണ്ട് അന്തർധാനം ചെയ്ത ചിറയുള്ളതിനാൽ അവിടം പോത്തിൻ ചിറ എന്നും അത് ലോപിച്ച് ഓച്ചിറയായി എന്നുമാണ് സ്ഥലപുരാണം. പരബ്രഹ്മം അന്തർധാനം ചെയ്തതിൽ ദുഃഖിതനായ ചാത്തൻ പരബ്രഹ്മത്തെ ഉപാസിച്ച് അവിടെ ഇരുന്ന് സമാധിയായി. തിരുമേനിയും അപ്രകാരം തന്നെ മൃതിയടങ്ങി. ഈ സമാധി സ്ഥലങ്ങളത്രേ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നാം കാണുന്ന പ്രധാന ആൽത്തറകൾ. കിഴക്കേ ആൽത്തറയിൽ ഗുരുവായ തിരുമേനിയും പടിഞ്ഞാറേ നടയിൽ ചാത്തനും വസിക്കുന്നു എന്ന് വിശ്വാസം. എന്നാൽ ഇന്നീ വിശ്വാസങ്ങൾക്ക് വളരെ പരിണാമം കൈവന്നിരിക്കുന്നു. ഓച്ചിറ പരബ്രഹ്മമൂർത്തി സാക്ഷാൽ ശിവഭഗവാൻ എന്നാണ് ഇന്നേവരുടെയും സങ്കല്പം. ശയനം ചെയ്യുന്ന നീലകണ്ഠന്റെ ശിരസായി കിഴക്കേ നടയും പാദമായി പടിഞ്ഞാറേ നടയും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഓച്ചിറ പടനിലം സന്ദർശിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ശിവശങ്കരന്റെ ജടാമകുടത്തെ ചവിട്ടാതെ മുന്നോട്ടു നടക്കാനാകില്ലെന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ഈ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നു.
വേവിച്ച നിവേദ്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. പഞ്ചാമൃതമാണ് ഏകനേദ്യം. ചെളിയാണ് മുഖ്യപ്രസാദം. ഭസ്മം, കരി എന്നിവയും മറ്റ് പ്രസാദങ്ങളാണ്. അന്നദാനം കൊടുത്തു തികയ്ക്കാൻ കഴിയില്ലെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. ഇളനീരഭിഷേകം, കൂവളത്തിലമാല, പാലഭിഷേകം, അന്നദാനം, വെടിവഴിപാട്, ജലധാര, എട്ടുകണ്ടം ഉരുളിച്ച എന്നിവ ഇവിടുത്തെ ചില വഴിപാടുകളാണ്. ഇതാണ് നക്ഷത്രവനം. ഓരോ നക്ഷത്രങ്ങൾക്കും ജ്യോതിഷപ്രകാരം കൽപ്പിച്ചിട്ടുള്ള വൃക്ഷങ്ങളാണിവിടെ നട്ടുപരിപാലിക്കപ്പെടുന്നത്. അത്തരത്തിൽ 27 വൃക്ഷങ്ങളെ ഇവിടെ നട്ടുപരിപാലിക്കുന്നു. മരങ്ങൾക്കെന്ന പോലെ അശരണരായ അന്തേവാസികൾക്കും ക്ഷേത്രഭരണ സമിതി പരിപാലനം ഉറപ്പുവരുത്തുന്നുണ്ട്. വൃക്ഷങ്ങളുടെ മർമ്മര ശബ്ദവും കുളിർ കാറ്റും കൊണ്ടു നിറഞ്ഞ ഇതാണ് ഉണ്ടിക്കാവ്. പരബ്രഹ്മരൂപിയായ മാടപ്പോത്ത് പിന്നീടും പലർക്കായി ഇവിടെ വച്ച് ദർശനമരുളി. അങ്ങനെ പരബ്രഹ്മം ഉണ്ട് ഈ കാവിൽ എന്ന പ്രയോഗം ലോപിച്ചാണ് ഉണ്ടിക്കാവായതത്രേ. വിശ്വാസികളെ ഏത് ദുർഘടഘട്ടത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഇവിടുത്തെ മൂർത്തിക്കാവും എന്നാണ് വിശ്വാസം. ഇത് ഓച്ചിറ പടനിലം. ദേശിംഗനാട് രാജാവും കായംകുളം രാജാവും പടവെട്ടിയ ചരിത്രഭൂമി. ഇതിന്റെ സ്മരണാർത്ഥം ഇന്നും മിഥുനം 1, 2 തീയതികളിൽ ഓച്ചിറക്കളി ആചരിച്ചു വരുന്നു. ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന മറ്റൊരാഘോഷമാണ് കാളകെട്ട് മഹോത്സവം. അന്നേ ദിവസം വൈക്കോലിൽ പണിതീർത്ത അനേകം ഋഷഭശില്പങ്ങളെ നമുക്കിവിടെ കാണാം. വൃശ്ചികം 1 മുതൽ 12 വരെ 12 വിളക്ക് എന്ന മറ്റൊരാഘോഷവും ഇവിടെയുണ്ട്. പറയപ്പെട്ട പന്തിരുകുലത്തിലെ 12 സന്താനങ്ങളും ഇവിടെ എത്തി വിളക്ക് തെളിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഇന്നും ഈ ആഘോഷം ആചരിച്ചു വരുന്നത്. അന്നേ ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനമിരിക്കാൻ പതിനായിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. ഈ മടക്കയാത്രയിൽ നാം ആർജിച്ച അദ്വൈത ചിന്തയെ അണയാതെ ചേർത്ത് പിടിക്കാം. ഞാൻ, നീ എന്ന ഭേദം വെടിഞ്ഞ് നമ്മൾ എന്ന ബോധത്തിലേക്ക് നമുക്കുയരാം.